ജനങ്ങളെ സംബന്ധിച്ച്, ഈ നാട്ടിലെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ലഭിച്ച മുഖ്യമന്ത്രി കൂടിയാണ്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 5 വർഷം ഇടതുപക്ഷം ഭരിച്ചാൽ അടുത്ത 5 വർഷം നേരെ കോൺഗ്രസിലേക്ക്, UDF-ലേക്ക് പോവുകയാണ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത്തവണ തുടർഭരണത്തിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ വരാൻ വേണ്ടി കഴിഞ്ഞത് ഒന്നാം പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പരിപാടികൾ തന്നെയാണ്. ആ 5 വർഷക്കാലം കേരളം നേരിട്ട എല്ലാ ദുരന്ത സന്ദർഭങ്ങളെയും കൃത്യമായി നേരിടാൻ ആ ഗവൺമെന്റിന് സാധിച്ചു എന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കേരളം നേരിട്ട പ്രളയവും വെള്ളപ്പൊക്കവും കോവിഡ് അടക്കമുള്ള ദുരന്തങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാല അവസാനിക്കുന്ന സമയത്ത് വലിയ പ്രചരണ കോലാഹലം ഉയർത്തിവിട്ടു. കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ കക്ഷികളും BJP-യും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വർണ്ണക്കടത്തിന്റെയും മറ്റ് പലതിന്റെയും പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്തിലെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുത്തി NIA-യും CBI-യും മറ്റ് അന്വേഷണ ഏജൻസികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. പത്രമാധ്യമങ്ങൾ ആകെ ചർച്ച നടത്തി. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ കേന്ദ്രത്തിന്റെ പടക്കുതിരകൾ CBI-യും NIA-യും ED-യും എല്ലാവരും വന്ന് നിൽക്കുകയാണ്. പിണറായി വിജയനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു. എന്നല്ലേ ചർച്ച? ജനങ്ങൾ എന്താ തീരുമാനിച്ചത്? നിങ്ങളുടെ ED-യും CBI-യും NIA-യും അല്ല ഞങ്ങൾക്ക് വിശ്വാസം ഈ നാട്ടിനെ ചേർത്ത് പിടിച്ച നമ്മുടെ മുഖ്യമന്ത്രിയെയാണ് ജനങ്ങൾക്ക് വിശ്വാസം എന്ന് തെളിയിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി LDF-ന്റെ തുടർഭരണം ഈ കേരളത്തിൽ സാധ്യമാവുകയാണ്. ചെറിയ കാര്യമാണോ? ചരിത്രം മാറുകയാണ്. നിങ്ങൾ NIA-യും CBI-യെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും നിരയായി ഇറക്കി ഈ രാജ്യത്തെ കോൺഗ്രസും ഈ രാജ്യത്തെ BJP-യും പത്രമാധ്യമങ്ങളും എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും ജനത്തിന്റെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. കുപ്രചരണങ്ങളെ ആകെ അവർ തള്ളിക്കളഞ്ഞു. ഒരു തുടർഭരണത്തിലേക്ക് വന്നു. ആ തുടർഭരണം വന്നതിന്റെ നേട്ടം നമ്മളിപ്പോ അനുഭവിക്കുകയാണ് അല്ലേ? നേരത്തെ സെൽവപ്രസാദ് പറഞ്ഞല്ലോ, കേരളം ദാരിദ്ര്യമുക്തമായിരിക്കുന്നു. ഇത് അതിശയമാണ്, ഒരു അതിശയവുമില്ല. കേരളത്തിൽ എപ്പോഴെല്ലാം ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നാം LDF സർക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് കേരള രൂപീകരണം കഴിഞ്ഞ് 1986 നവംബർ മാസം 1-ാം തീയതി കേരളം രൂപീകരിച്ചു. തുടർന്ന് നടന്ന ആദ്യ ഇലക്ഷനിൽ ലോകത്ത് തന്നെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ ഭരണ നേതൃത്വത്തിന് കീഴിൽ അധികാരത്തിൽ വരികയാണ്. ആ ഗവൺമെന്റ് ഇന്ത്യക്ക് തന്നെ മാതൃകയായി നിരവധി നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കി. അതിലാദ്യത്തെ നിയമം എന്ന് പറയുന്നത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമമാണ്. എന്താ അതിന്റെ പ്രത്യേകത? അന്ന് വരെ നമ്മുടെ നാട്ടിൽ ജന്മിത്തമുണ്ടായിരുന്നു, നാടുവാഴിത്തമുണ്ടായിരുന്നു. ആ ജന്മിമാരുടെയും നാടുവാഴികളുടെയും അടിയാന്മാരായി കൃഷിഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് കുടില് കെട്ടി താമസിക്കുന്ന മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പാസാക്കി ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആ ഗവൺമെന്റ് തെളിയിച്ചു. രണ്ടാമത് ഭൂനിയമം കൊണ്ടുവന്നു. അധിക ഭൂമി കയ്യിരിക്കുന്ന ആളുകളിൽ നിന്നും അത് വാങ്ങി പാവങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു. അന്ന് വരെ കുലത്തൊഴിലിന് പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് പോയി. അധ്യാപകർക്ക് ശമ്പള സ്കെയിൽ ഏർപ്പെടുത്തി. 40 രൂപയാണ്, 20 രൂപ 40 രൂപയാണ് ശമ്പള സ്കെയിൽ. ആ ശമ്പള സ്കെയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരെ മാനേജ്മെന്റിൽ നിന്നും മോചിപ്പിച്ച് സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരാക്കി മാറ്റി. അപ്പൊ എന്ത് പറ്റി? എല്ലാ സ്കൂളുകളിലും അധ്യാപകർ വന്നു, ശമ്പളം കിട്ടും. മറ്റേത് മുതലാളി അല്ലെങ്കിൽ നാടുവാഴി ജന്മി കൊടുത്താൽ ശമ്പളം കിട്ടും. ഇതായിരുന്നു അവസ്ഥ. അത് മാറി. ഇതെല്ലാം ആരെ ലക്ഷ്യം വെച്ച? ഇതെല്ലാം ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ്. തുടർന്ന് വന്ന ഗവൺമെന്റുകൾ നിങ്ങൾ നോക്കിയേ. നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ജനകീയാസൂത്രണം, കുടുംബശ്രീ, സാക്ഷരതാ പ്രസ്ഥാനം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദാരിദ്ര്യമില്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. കുടുംബശ്രീ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞെന്താ? ഈ നാട്ടിലെ ലക്ഷോപലക്ഷം സ്ത്രീ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു സംവിധാനം, അയൽക്കൂട്ടങ്ങൾ. 10-15 വീടുകളിലെ സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കി ആ അയൽക്കൂട്ടം വഴി ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായി സംരംഭകശീലം വളർത്തുക. ഒരു 10 രൂപയോ 20 രൂപയോ ശേഖരിച്ചു വെച്ച് അതുവഴി സമ്പാദ്യശീലം ഉണ്ടാക്കുക. അങ്ങനെയാണ് കുടുംബശ്രീ നമ്മൾ ആരംഭിച്ചത് അല്ലെ?
എന്താ ലക്ഷ്യം? ദാരിദ്ര്യ ലഘൂകരണം. തുടർന്ന് വന്ന പിണറായി ഗവൺമെന്റ് നടപ്പാക്കുന്നത് അത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ നയമാണ്, ദാരിദ്ര്യമില്ലാതാകുക. ബിജെപിയും കോൺഗ്രസും വിചാരിക്കുന്ന എന്താ? അംബാനിയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക, അല്ലെ? അദാനിയുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക, ഈ നാട്ടിലെ മുതലാളിമാർക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കുക, രാജ്യത്തിന്റെ സമ്പത്തെല്ലാം അവർക്ക് പതിച്ചു കൊടുക്കുക, നാഷണലൈസ്ഡ് ബാങ്കിൽ കിടക്കുന്ന പണം മുഴുവൻ ഇവർക്ക് കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഇതാണ് ബിജെപിയും കോൺഗ്രസും ചെയ്യുമ്പോ പ്രിയമുള്ളവരെ മറന്നു പോകരുത്, ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ മുഖ്യമന്ത്രിമാരും അതിന്റെ നേതാക്കന്മാരും പാവങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെ ബിജെപിയും കോൺഗ്രസും CPM-ഉം എല്ലാം LDF-ഉം എല്ലാം ഒരേപോലെയാണെന്ന് വിചാരിക്കണ്ട. വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇന്ന് കേരളത്തിൽ പ്രകടമാകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരള പിറവി ദിനത്തിൽ നവംബർ മാസം 1-ാം തീയതി ഒരു പ്രഖ്യാപനം നടത്തി. ദാരിദ്ര്യമുക്തമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഉടനെ BJP ചില ആളുകൾ ചാടി പുറപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖരൻ ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ എന്നുണ്ടോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഭരിക്കുന്നത് LDF ആണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ഈ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വയനാട് ദുരന്തമടക്കമുണ്ടായപ്പോ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ നാട്ടിൽ വന്നു. ഒരു നയാ പൈസയുടെ സഹായം നമുക്ക് തന്നു. ഏറ്റവും അവസാനം 7 മാസം കഴിഞ്ഞ് കോടതി അടക്കം ഇടപെട്ട് കുറച്ച് പൈസ അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം വായ്പയാണ് തിരിച്ചത്, അല്ലെ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ? 539 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു 6 മാസം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കും. ഇതാണ് സ്ഥിതി. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം തരാതിരിക്കുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരൻ ഓർമ്മിക്കണം, ഞങ്ങൾക്ക് തരാതിരിക്കുമ്പോൾ തരുന്നതാർക്ക്? നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ്. BJP-യും BJP-യുടെ ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഫണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ധാരാളമായി ഫണ്ട് ലഭിച്ച നരേന്ദ്രമോദിയുടെ അനുഗ്രഹമുള്ള BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യമില്ലാതായി എന്ന് പറയാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടോ? രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറയണം. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കം സഹായം കിട്ടിയിട്ടും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയാത്തത്? അങ്ങനെ കഴിയാത്ത നിങ്ങൾ പറയുകയാണ് കേരളത്തിൽ കേന്ദ്രത്തിന്റെ പൈസ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനം വിശ്വസിക്കോ? നിങ്ങൾ ഈ കാര്യം ആലോചിക്കണം. BJP-യുടെയും കോൺഗ്രസിന്റെയും ആളുകൾ പറയുന്നുണ്ടല്ലോ പറ്റിപ്പാണെന്ന്. ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയുക, ഈ നാട്ടിലെ പാവപ്പെട്ടവനെ ചേർത്ത് നിർത്തി 4 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തത് ഇടതുപക്ഷ മുന്നണിയാണ്. 3.5 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്തത് ഇടതുപക്ഷ മുന്നണിയാണ്. ഇന്ത്യയിൽ തന്നെ 65% നിയമനങ്ങളും നടത്തി 3.5 ലക്ഷം ആളുകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തൊഴിൽ കൊടുത്തത് കേരളമാണ്. ഇതൊക്കെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടോ? നിങ്ങൾ പറ്റിപ്പാണ് തട്ടിപ്പാണ് എന്ന് പറയുമ്പോ കോൺഗ്രസും BJP-യും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തിനു പറയുന്നു? രാജ്യ തലസ്ഥാനത്ത് ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് വരും, ഇവിടെ സന്ദർശനം നടത്താനും ചർച്ചകൾ നടത്താനും. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു 6-7 മാസം മുമ്പ് ഡൽഹി സന്ദർശിക്കാൻ വേണ്ടി വന്നു. അന്ന് പത്രങ്ങൾ പരിശോധിച്ചവർക്കറിയാം, എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഒരു പടം. എന്താ പടം? ദില്ലിയിലെ ചേരികളിൽ തകര ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്നു. എന്തിനാ മറക്കുന്നത്? അവിടെ ആ ചേരിയുടെ ദരിദ്ര കാഴ്ച ലോക നേതാക്കൾ കാണാതിരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കെട്ടിമറയ്ക്കുന്നു. കേരളം അങ്ങനെയാണോ? ഞാൻ തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്നു. നമ്മുടെ നാട്ടിലും ചേരിയുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ചേരിയുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാലപ്രദേശത്ത് കരിമഠം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഈ ഗവൺമെന്റ് വന്നപ്പോ ആ കരിമഠത്തെ 600ഓളം ആളുകൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി. ഇന്ത്യയിൽ മുന്നേ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ്, ആ UPA ഗവൺമെന്റ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോ രാജീവ് ആവാസ് യോജന റേ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊടുത്തു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പാക്കിയത് നമ്മൾ മാത്രമേ ഉള്ളൂ, കേരളം മാത്രമേ ഉള്ളൂ, വേറെ ആരും തൊട്ടില്ല. അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്ത് മതിപ്പുറത്ത് ഏതാണ്ട് 1000ഓളം ആളുകൾക്ക് ഫ്ലാറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കല്ലടി മുഖത്ത് അവിടുത്തെ പാവപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അവിടെ 314 ആളുകൾക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തത് ഇങ്ങനെയാണ്, അല്ലാതെ മതിൽ കെട്ടി വെച്ചിട്ടല്ല. ഇതാണ് കേരളവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ചില BJP-യുടെ ഭാഗമായി നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, ആ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കേരളത്തിന്റെ വികസനത്തിലോ
നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിലോ ഏതെങ്കിലും ഒരു സംഭാവന നൽകിയ പാർട്ടിയാണോ BJP? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ ഉള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. അവർ ജാതിയും മതവും സമുദായവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളെ ജാതിയും മതവും ഒന്നുമല്ല പ്രശ്നം, ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളാണ് പ്രശ്നം. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ഇടതുപക്ഷം വരുമ്പോ ഈ നിലയിൽ നയപരിപാടികൾ നടപ്പിലാക്കി ജനങ്ങളെ ചേർത്ത് പിടിച്ച് പതുക്കെ 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 കൈപിടിച്ചുയർത്തി ഇന്ന് ദാരിദ്ര്യമില്ലാത്ത നാടായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നത്. ഇതൊരു തട്ടിപ്പുമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനമാണല്ലോ നീതി ആയോഗ്. ആ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എത്രയാ നമ്മുടെ പെർസെന്റേജ്? 0.55%. അല്ലേ? നിങ്ങളുടെ ഏജൻസിയാണല്ലോ നീതി ആയോഗ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് 0.55% ദാരിദ്ര്യം മാത്രമുള്ള നാടാണ് കേരളം. അപ്പൊ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നത് കണ്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സഹനക്കേട് കൈവച്ചിരുന്നാൽ മതി. കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. 1600 രൂപ പെൻഷൻ എങ്ങനെ ആയി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. സഖാവ് നയനാര് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തി 40 രൂപ. അല്ലെ? പതുക്കെ പതുക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അതിനെ വർദ്ധിപ്പിച്ച് ഇന്ന് 1600 ആക്കി. രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നപ്പോ അതിനെ 2000 ആക്കി. ഈ ഗവൺമെന്റ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ 2500 രൂപയിലേക്ക് നമ്മൾ അത് എത്തിക്കും. അല്ലെ? ഈ നവംബർ മാസം 20-ാം തീയതി പെൻഷൻ വീട്ടിലേക്ക് വരും. ഒരു മാസത്തെ കുടിശ്ശിക 1600, വർദ്ധിപ്പിച്ച പെൻഷൻ തുക 2000. അപ്പൊ 3600 രൂപ ഒരു വീട്ടിലേക്ക് പിണറായി ഗവൺമെന്റ് തരും. ഇതൊരു കേന്ദ്രവിഹിതം ഉണ്ടോ? നമ്മൾ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കും. ഈ 62 ലക്ഷം ആളുകളിൽ കേവലം 6 ലക്ഷം പേർക്കാണ് കേന്ദ്ര സഹായം ഉള്ളത്. എങ്ങനെ? വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, അതില് 1.5 ലക്ഷം ആളുകൾക്ക് 200 രൂപ കേന്ദ്ര ഗവൺമെന്റ് തരും. ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ, അതിന് 3 ലക്ഷത്തോളം ആളുകൾക്ക് 200 രൂപ കേന്ദ്ര ഗവൺമെന്റ് തരും. ഇത്രയേ ഉള്ളൂ കേന്ദ്ര സഹായം. BJPയുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, 62 ലക്ഷം പേർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുമ്പോ അതിൽ കേവലം 6 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രം നാമമാത്രമായ സഹായമാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. ഇപ്പൊ നമ്മുടെ പെൻഷൻ വാങ്ങുന്ന അമ്മമാര് ചോദിക്കുന്നുണ്ട്, മക്കളെ 1600 എന്നാണല്ലോ നിങ്ങൾ പ്രസംഗിച്ചത്, പക്ഷെ എനിക്ക് 1400 രൂപ കിട്ടിയുള്ളൂ, ബാക്കി 200 എവിടെ കൊണ്ടുപോയി? ആ കൊണ്ടുപോയതെല്ലാം പറ്റി നരേന്ദ്രമോദി തരാത്തതാ. നരേന്ദ്രമോദി ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖാന്തരം അക്കൗണ്ടിലേക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് തരുമ്പോ തരും. നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് എന്താ? നരേന്ദ്രമോദി തന്നില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ പൈസ എടുത്ത് ആളുകൾക്ക് പൈസ കൊടുക്കുക. അല്ലേ? അവരെ പോലെയല്ല നമ്മള്. വാക്ക് പറഞ്ഞാൽ ചെയ്യും. ഒരു മാസത്തെ കുടിശ്ശികയേ ഉള്ളൂ ഇപ്പൊ. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ കൊടുത്തു തീർക്കുകയും ചെയ്യും. അപ്പോ പെൻഷൻ 2000 രൂപയാകുന്നു. നമ്മുടെ പാവപ്പെട്ട സാക്ഷരതാ പ്രേരകന്മാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ അംഗനവാടി വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരായ ആശാ വോളണ്ടിയർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുകയാണ്. ചരിത്രത്തിലായി വേറൊരു പ്രഖ്യാപനം കൂടി ഗവൺമെന്റ് നടത്തി. എന്താ? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീടുകളിലെ സ്ത്രീജനങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 1000 രൂപ പെൻഷൻ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അവര് നമ്മുടെ മഞ്ഞക്കാർഡോ പിങ്ക് കാർഡോ കൈവശമുള്ള മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും കിട്ടാത്ത സ്ത്രീജനങ്ങൾക്ക് 1000 രൂപ വീതം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി, ലോകത്ത് തന്നെ ആദ്യമായി വീടുകളിൽ ഇരിക്കുന്ന അമ്മമാർക്ക്, സ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ഗവൺമെന്റാണ് ഈ കൊച്ചു കേരളത്തിലെ ഗവൺമെന്റ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ത്രീകളാണ് കുടുംബത്തിന്റെ നാഥ, അല്ലെ? അവരാണ് നാടിനെ നയിക്കുന്നത്. അങ്ങനെ സ്ത്രീകളുടെ കയ്യിലേക്ക് 1000 രൂപ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് പ്രയോജനപ്പെടും. പുരുഷന്മാരുടെ കൈ കിട്ടണമെന്നല്ല. പുരുഷന്മാർക്ക് ചില കുഴപ്പങ്ങളൊക്കെ അതേപോലെയല്ല. സാധാരണപ്പെട്ട സ്ത്രീകളുടെ അമ്മമാരുടെ കൈകളിലേക്ക് 1000 രൂപ വന്നാൽ ആ 1000 രൂപ അവരുടെ കയ്യിൽ 10000 രൂപയുടെ മൂല്യം ഉണ്ടാവും. അല്ലെ? അവരുടെ വീട്ടിലെ കാര്യത്തിൽ നോക്കും, കുടുംബത്തിന്റെ കാര്യം നോക്കും, പട്ടിണിയില്ലാതെ കാര്യങ്ങൾ ചെയ്യും, കൈകാര്യം ചെയ്യും. അങ്ങനെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയാണ്. അല്ലെ? ഞാൻ പറഞ്ഞത് വെറുതെ അങ്ങ് പൊങ്ങച്ചമ്പുറത്തല്ല. സ്ത്രീകളുടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബശ്രീ വഴി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% റിസർവേഷൻ വഴി സ്ത്രീകളെ ഭരണത്തിലേക്ക് അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ്. ഇന്നിപ്പോ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ആരാ? ആര്യ രാജേന്ദ്രൻ. എത്ര വയസ്സാ പ്രായം? 23. ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് പെൺകുട്ടികളെ സ്കൂളിൽ പോലും വിടൂല. ഇന്നിപ്പോ കേരളത്തിന്റെ ചരിത്രം മാറി.
ആൺകുട്ടികളെക്കാൾ നല്ല വിദ്യാഭ്യാസം പെൺകുട്ടികൾ നേടി. രാജ്യത്തിന്റെ ഭരണം നയിക്കാൻ മിടുക്കികളായി അവർ മാറി. ഈ മാറ്റം നടത്തിയതാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടം. ഞങ്ങൾ റോഡുണ്ടാക്കിയതോ പാലമുണ്ടാക്കിയതോ മറ്റു കാര്യങ്ങൾ ചെയ്തോ നേട്ടമായി ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നു ഈ നാട്ടിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കിയതും സ്ത്രീകളെ കൈപിടിച്ചുയർത്തിയതും ഈ നാട്ടിന്റെ സാമൂഹ്യ ഘടനയെ മാറ്റിമറിച്ചതുമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. ആ സംഭാവനയ്ക്കാണ് ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നത്. അടുത്ത മൂന്നാം പിണറായി ഗവൺമെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. വിഷൻ 2031 നടപ്പിലാക്കിക്കൊണ്ട് ഭരണ തുടർച്ചയുടെ അങ്ങേയറ്റത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഈ നാട് മാറും. മുടങ്ങിക്കിടന്ന എല്ലാം നടക്കും. നാഷണൽ ഹൈവേ വികസനം, സ്കൂളുകളുടെ മുന്നേറ്റം, റോഡുകളുടെ മുന്നേറ്റം, ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം. ഇന്ത്യയിലെ ഒന്നാം നിര സംസ്ഥാനമായി മൂന്നാം പിണറായി ഗവൺമെന്റ് ഈ കേരളത്തെ മാറ്റും. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം നഗരസഭ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ കീഴിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിയിരിക്കുക. ഞാനും മേയറായിരുന്നു. എനിക്ക് എത്ര അവാർഡ് കിട്ടി? 31 അവാർഡുകൾ. അല്ലേ? ഒന്നും ചെയ്യാത്തന്നാണോ? നിങ്ങൾ BJP-കാരനും കോൺഗ്രസ്സുകാരനും കൗൺസിൽ യോഗത്തിൽ അലമ്പുണ്ടാക്കും, തല്ലുണ്ടാക്കും. ആ കൊച്ചു പെൺകുട്ടിയെ ഭരിക്കാൻ അനുവദിക്കാതെ എല്ലാ തോന്നിയവാസങ്ങളോടെ കാണിക്കും. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുൻനിര കോർപ്പറേഷനായി ഈ കോർപ്പറേഷനെ മാറ്റിയ മിടുക്കിയായ മേയറാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടമല്ലേ നമുക്കുണ്ടായത്? സ്മാർട്ട് സിറ്റി നടത്തിപ്പിൽ 1ാം റാങ്ക് നമുക്കാണ്. ടോപ്പ് അച്ചീവർ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന നഗരം തിരുവനന്തപുരം. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ജാതിയുടെ പേരിൽ അടിയില്ല, മതത്തിന്റെ പേരിൽ അടിയില്ല, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ജീവിക്കാം. ഇതാണ് നമ്മുടെ നേട്ടം, അല്ലെ? ഇതാണ് നേട്ടം. ആ നേട്ടത്തെ നിലനിർത്താൻ പ്രിയമുള്ളവരെ, വലിയ വിളവാറിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ ഒരു കൈപ്പുഴ പറ്റി. BJP-യുടെ കൗൺസിലർ ജയിച്ചു, ജയിലിലുമായി, അല്ലെ? ഇതാണ് സ്ത്രീ. ആശ്രമം കത്തിച്ച കേസിലെ ജയിലിലായി. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇരുളിന്റെ മറപറ്റി വന്ന് ഒരു ആശ്രമത്തിന്റെ പരിശുദ്ധിയെ മുറിവേൽപ്പിച്ച് കലാപമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി ജയിലിൽ കിടന്ന ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ? തൊട്ടപ്പുറത്ത് ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു, ശ്രീ തിരുമല അനിൽ, അല്ലെ? BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ. ഒരു ആത്മഹത്യയെ കുറിപ്പെഴുതി വെച്ചു. അദ്ദേഹം പറയുകയാണ്, BJP-യുടെ നേതാക്കന്മാരും BJP-യുടെ പ്രധാനപ്പെട്ട ആളുകളും തന്റെ ബാങ്കിൽ നിന്നും പണം എടുത്തു, ഒരു നയാ പൈസ തിരിച്ചടയ്ക്കുന്നില്ല. അദ്ദേഹം മനസ്സ് പ്രയാസപ്പെട്ട് നേരെ ചെന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്, അങ്ങൊന്ന് ഇടപെടണം. അദ്ദേഹം പറഞ്ഞെന്താ? നീ പോയി ഇതിന്റെ ജോലി നോക്കും, നീ പോയി ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചോണ്ടോ, എന്നിട്ട് ഇത് പരിഹരിക്കാം. ഇത് കേട്ട് മനം തോന്ന് ആ വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ വാർഡ് കമ്മിറ്റി ഓഫീസിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക. ഇന്നലെ BJP-യുടെ നേതാവ് ശ്രീ MS കുമാർ, ചെറിയ നേതാവല്ല, സംസ്ഥാന വക്താവ്, പറയുകയാണ്, ഇത് ഞാനും തിരുമല അനിലിന്റെ വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഞാൻ ഈ കാര്യം BJP-ക്കാരോട് പറഞ്ഞു, അവർ പ്രതികരിക്കുന്നില്ല. ഞാൻ എന്റെ ഫേസ്ബുക്കിലൂടെ അവിടെ നിന്നും പണം എടുത്തുകൊണ്ട് പോയ ആളുകളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് BJP-യുടെ നേതാവ് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾ അവർക്ക് ഓർമ്മിക്കണം, BJP-യുടെ കൗൺസിലർമാരുടെ അവസ്ഥയാണ്. പുന്നക്കാമുകൾ വാർഡിൽ ഒരു കൗൺസിലർ അഴിമതി കാണിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പാപ്പനംകോട് വാർഡിൽ ഒരു കൗൺസിലർ അപേക്ഷാ ഫോറം കൊടുത്താൽ പോലും അതിന് പണം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, BJP-യുടെ ആളുകൾക്ക് പണം കൊടുക്കണം. ഇതാണ് സ്ഥിതി എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ ഓർമ്മിക്കണം. നമ്മുടെ ചില ആളുകൾക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഒരു കൗൺസിലർ രാജിവെച്ചു, നമ്മൾ പുറത്താക്കി, അല്ലേ? ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും കൗൺസിലർ കുഴപ്പം കാണിച്ചാൽ നമ്മൾ അപ്പം പിടിച്ച് ചെവി പിടിച്ച് വെളിയിലാക്കുക. അത് ഞാനായാലും അങ്ങനെയാണ്. കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നടപടിയെടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാര്യങ്ങൾ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞുള്ളത് ഇതാണ് BJP-യുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കാണണം. കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കവടിയാറിൽ ഒരു വീട്ട് ഉടമസ്ഥൻ ഗൾഫിൽ പോയി, അമേരിക്കയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവരൊരു ദിവസം നോക്കുമ്പോ സ്വന്തം വീടിന്റെ ആധാരം അവരുടെ പേരിൽ നിന്നങ്ങ് മാറി. അവരൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെ വീടും പൂട്ടി പോകുമ്പോ ഒന്ന് ഓർമ്മിച്ചോളൂ, കോൺഗ്രസ്സുകാർ വല്ലതും ഉണ്ടെങ്കിൽ ഇത് പ്രമാണം അവരുടെ പേരിലാവും. നമ്മുടെ ഇപ്പൊ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു വഴി കയ്യേറിയില്ല, ഇതേ മാതൃകയില്ല. നമ്മുടെ നന്ദന ഹിൽസിന്റെ ഭാഗത്ത് ജയചന്ദ്രനെ കിടപെട്ട കേസാണ്. ഒരു സുപ്രഭാതത്തിൽ മൈനർ ഇറിഗേഷന്റെ വഴിയായിട്ടുള്ള വഴി പോയി, മതിലിടിച്ചിട്ട് നേരെ തോടും കൂടെ കയ്യേറി മതിൽ കെട്ടുകയാണ്. ഇതാണ് സ്ഥിതി. അവസാനം അത് പോലീസ് ഇടപെട്ടു, പരാതിക്കാരുടെ വാദം കേട്ടു. അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാറിന്റെ ശിഷ്യൻ അനന്തപുരി മണികണ്ഠൻ പ്രതിയായി അറസ്റ്റ് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന്റെ കുറ്റവാളികളൊക്കെ കൊണ്ടുവരികയാണ്.
ഇതാണ് കോൺഗ്രസിന്റെയും BJP യുടെയും സ്ഥിതിയെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം.